മിടുക്കൻ. മോൻ പേരെന്താ? ജിമിൻ. ജിമിനാണോ? ജിമിൻ. അപ്പൊ ജിമിൻ ഒരു ക്ലാപ്പ് കൊടുത്ത്. ജിമിൻ പറഞ്ഞു തന്റെ ലക്ഷ്യങ്ങൾ പ്രാവർത്തികമാക്കുന്നവൻ. പിന്നെ എനിക്ക് ലൈഫിൽ ഒരു ലക്ഷ്യമുണ്ട്. ഇപ്പൊ നിങ്ങള് 10ാം ക്ലാസ് ഏതൊക്കെ +2 വരെയുള്ള കുട്ടികളാണോ ഇവിടെ ഇരിക്കുന്നത്? അത് ഡിഗ്രി ഉണ്ടോ? +2. സോ നോക്കി, +2 വരെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് ജീവിത വിജയം എന്ന് പറഞ്ഞാൽ എന്താ? 10ല് ഫുൾ A+ അല്ലെ 10ൽ പാസ്സാവും. അങ്ങനെ ഒരു ചിന്തയുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ഓർഡർ വന്നു, 5ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ എന്തോ തോൽപ്പിക്കണോ, എന്നോട് ഓൾ പാസ് കൊടുക്കരുതെന്ന് പുതിയ നിയമമൊക്കെ വരുന്നു. നോക്കിയേ, അപ്പൊ നമ്മളെ സംബന്ധിച്ച് 10ൽ പഠിക്കുന്നവർക്ക് ജീവിത വിജയം എന്ന് പറഞ്ഞാൽ എന്താ? 10ൽ ഫുൾ A+ അല്ലെ 10ൽ വിജയിക്കുക. +2 പഠിച്ചവരൊക്കെ ഫുൾ A+ അല്ലെ +2 പാസ്സാവുക. അതാണ് ജീവിത വിജയം. കാരണം തന്റെ ലക്ഷ്യം പ്രാവർത്തികമാക്കുന്നവൻ ജീവിതത്തിൽ വിജയിക്കുന്നു എന്നാണ്. അതാണോ ജീവിത വിജയം? കാരണം ജീവിതത്തില് ലക്ഷ്യങ്ങളൊക്കെ ചിലർ പ്രാവർത്തികമാക്കും അല്ലേ? ഉന്നതമായ ലക്ഷ്യങ്ങളിലൊക്കെ എത്തിപ്പെടും. നമ്മൾ മെറ്റീരിയലിസ്റ്റിക്കലി നോക്കുമ്പോ, ലോകത്തിന്റെ കണ്ണിലൂടെ നോക്കുമ്പോ ചിലപ്പോ അവരൊക്കെ ജീവിതത്തിൽ വിജയിക്കും. ചിലപ്പോ IAS ഓഫീസറാകും, നല്ല തസ്തികയിലൊക്കെ വരും, ഉന്നതമായ നേട്ടങ്ങളൊക്കെ കൈവരിക്കും. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ എന്ത് ചെയ്യും? ആത്മഹത്യ ചെയ്യും. പെട്ടെന്നൊരു ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. വളരെ ചെറിയ ചെറിയ നേട്ടങ്ങളൊക്കെ നേടും ചില മനുഷ്യർ. അപ്പൊ അയാളെ സക്സസ്ഫുൾ എന്ന് പറയാൻ പറ്റുമോ? കാരണം ജീവിത ലക്ഷ്യം നേടിയെടുക്കുന്ന ഒരാൾ അയാളാണോ